ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ചൊക്കെ പണ്ടാരടങ്ങിയിരുന്ന നേരത്താണ് അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നീ ഇന്ന് അമ്പലത്തിലേക്ക് വരുന്നില്ലേ? പിന്നെ വേറൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, നേരെ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. കാരണം അതിന് വേണ്ടി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അവിടെ പോയാലെങ്കിൽ ഇത്തിരി സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നേ. പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴേക്കും ഇതാ ഇങ്ങനൊരു പ്രസാദം അമ്മയ്ക്ക് കിട്ടിയതാണ്, അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ആ അമ്പലത്തിലെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ചേർന്നിട്ടാണ് അമ്പലം നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഒരു ആൾത്തറായിരുന്നു. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മുൻവശത്ത് നമുക്ക് നിന്ന് തൊഴുന്ന ആ ഒരു ഭാഗത്തേക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ഒരു കുറ്റിയിടിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും നമ്മളെല്ലാവരും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറ്റിയടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എനിക്കിനി നേരെ ഷോപ്പിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ ഇതാ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ മൂന്നൂര് പിണക്കവും കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്നും വകവയ്ക്കാതെ എനിക്ക് എന്തായാലും ഷോപ്പിലോട്ട് പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താ പിണക്കവും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.